നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് സ്പോർട്സ് തന്നെയാണ് കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് സ്പോർട്സ് തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകണം, അതിന് സാലറി കാര്യങ്ങൾ അതും ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി പോലെ അങ്ങനെ ലഭിക്കണം, ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ മികച്ചൊരു അവസരം നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയിലേക്ക് സ്പോർട്സ് പേഴ്സൺസിനെ വിളിക്കുന്നുണ്ട്, സ്പോർട്സിന് വേണ്ടി തന്നെ സ്പോർട്സ് പേഴ്സൺസിനെ വിളിക്കുന്നുണ്ട്. അതും ഹവിൽദാർ, നായബ് സുബൈദാർ പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. നിങ്ങൾ അവിടെ പോകുന്നു, സ്പോർട്സിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നായക് സുബൈദാർ അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന്റെ ആ ഒരു ലെവലിലാണ് നിങ്ങളവിടെ, ആ ഒരു റാങ്കിലാണ് നിങ്ങളവിടെ പോസ്റ്റിങ്ങിലേക്ക് കയറാൻ പോകുന്നത്. മികച്ചൊരു അവസരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. കണ്ട് മനസ്സിലാക്കുക, കാരണം ഓഫ്ലൈൻ അപേക്ഷയാണ്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും ഈ പറയാൻ പോകുന്ന യോഗ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇത് ഇന്ത്യൻ ആർമി, നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് പുതിയൊരു അപേക്ഷ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ ടൈറ്റിൽ തന്നെ ഇന്ത്യൻ ആർമി പറയുന്നുണ്ട്. അപ്പോൾ ബോക്സിൽ മെൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ട് പറയാം, ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ് പേഴ്സൺ ഹാസ് എ ഡയറക്റ്റ് എൻട്രി എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ 04/2025 ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് എൻട്രി ഹവിൽദാർ ആൻഡ് നായബ് സുബൈദാർ പോസ്റ്റിലേക്കുള്ളതാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുമ്പോട്ടേക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്രത്യേക കാര്യം പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് അറ്റ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ജൂനിയർ ഓർ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ കേലോ ഇന്ത്യ ഗെയിംസ്, അതും അല്ലെങ്കിൽ യൂത്ത് ഗെയിംസ് അല്ലെങ്കിൽ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഫ്രം 1 ഏപ്രിൽ 2023 അല്ലെങ്കിൽ അതിന് ശേഷമോ ഓർ ആഫ്റ്റർ ദാറ്റ്, അതിന് ശേഷമോ. ഇഫ് യു ഹാവ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്താ 1 ഏപ്രിൽ, അതായത് ഏത് സർട്ടിഫിക്കറ്റ് ആണെന്ന് ഞാൻ മുമ്പോട്ടേക്ക് പറയാം. അപ്പോൾ 1 ഏപ്രിൽ 2023 അല്ലെങ്കിൽ അതിന് ശേഷമോ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് സ്പോർട്സിൽ, ഇനി പറയാൻ പോകുന്ന സ്പോർട്സ് ഐറ്റത്തിൽ എങ്ങനെയൊക്കെ വേണം മുമ്പോട്ട് പറയാം കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഉള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇനി പറയാൻ പോകുന്ന ഡിസിപ്ലിനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ എ എന്ന് പറയുന്ന സ്പോർട്സ് ഐറ്റം. എ മുതൽ ഏകദേശം W വരെയാണ് സ്പോർട്സ് ഐറ്റംസ് ഉള്ളത്. അപ്പോൾ അതിൽ എ വരുന്ന അത്ലറ്റിക്സ് ആണ്. അത്ലറ്റിക്സ് തന്നെ ഇവൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് അതിന് മുമ്പോട്ട് പറയാൻ പോകുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മെന്നെന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ മുമ്പോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന യോഗ്യത ഉണ്ടായാൽ മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇതിൽ പറയുന്ന സ്പോർട്സ് ഐറ്റം നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ ആർച്ചറി പറയുന്നുണ്ട്, ബാസ്കറ്റ് ബോൾ പറയുന്നുണ്ട്, ബോക്സിംഗ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈവിംഗ് പറയുന്നുണ്ട്, ഫുട്ബോൾ പറയുന്നുണ്ട്, ഫെൻസിങ് പറയുന്നുണ്ട്, ജിംനാസ്റ്റിക്സ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോക്കി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ്ബോൾ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ജൂഡോ പറയുന്നുണ്ട്, പിന്നെ കയാക്കിംഗ് ആൻഡ് കൊനോനിങ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ഓൾസോ കബഡി, സ്വിമ്മിങ്, അതുപോലെ തന്നെ സൈലിംഗ്, പിന്നെ ഷൂട്ടിംഗ്, പിന്നെ ട്രിയാത്ലോൺ പറയുന്നത് കാണാൻ സാധിക്കും. വോളിബോൾ, വൂഷു, വെയിറ്റ് ലിഫ്റ്റിംഗ്, അതുപോലെ തന്നെ റെസ്ലിംഗ്, വിന്റർ ഗെയിംസ്, ഇങ്ങനെ ഒരുപാടധികം സ്പോർട്സ് ഐറ്റംസ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒന്ന്, നിങ്ങൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇനി പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ അപേക്ഷിക്കണം, അപേക്ഷാ ഫോം എവിടെ ലഭിക്കും, ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം. ഈ ഒരു അഡ്രസ്സ് കണ്ടോ, നിങ്ങൾ ഡയറക്ടറേറ്റ് ഓഫ് PT ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സ് കണ്ടോ, ഈ ഒരു അഡ്രസ്സിലേക്ക്, ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പിൻ നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ടത്. ഇതാണ് ടു അഡ്രസ്സ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ. നോട്ടിഫിക്കേഷൻ ആയി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഓവർ ഹിയർ. ഏകദേശം 15 ജൂൺ 2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 15 ജൂൺ 2025 വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതിന് മുൻഭാഗം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സമയത്തേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ അപേക്ഷ എത്തണം. അപ്പം വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. സോ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കുന്നത്. ഏജ് ലിമിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 17 വയസ്സ് മുതൽ ഏകദേശം നിങ്ങൾക്ക് 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 17 to 25 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏജിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. 30 സെപ്റ്റംബർ 2000 അതുപോലെ തന്നെ 1 ഒക്ടോബർ 2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലുമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഫിസിക്കൽ അതുപോലെ മെഡിക്കൽ നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മതി. സ്പോർട്സ് പേഴ്സൺസിനുള്ളേ അല്ലേ, അപ്പോൾ 10ാം ക്ലാസ് മതി. പക്ഷേ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വേണം, അത് മുമ്പോട്ട് പറയാം. യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് 10ാം ക്ലാസ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് ഇനി പറയാൻ പോകുന്ന രീതിയിൽ അത്യാവശ്യമായിട്ടും ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇറ്റ്സ് മാൻഡേറ്ററി. അപ്പോൾ ഇൻഡിവിജ്വൽ ഷുഡ് ബി എ മെഡലിസ്റ്റ്, മെഡൽ വിൻ ചെയ്ത ആളായിരിക്കണം അറ്റ് ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ലെവൽ ബൈ റെപ്രസെൻറ്റിംഗ് സ്റ്റേറ്റ് ഇൻ നാഷണൽ കോമ്പറ്റീഷൻസിലോ അല്ലെങ്കിൽ ഓർ ഹാവ് റെപ്രസെൻറ്റഡ് കൺട്രി അറ്റ് ഇൻ്റർനാഷണൽ ലെവലിലോ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു രീതിയിൽ ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് റെപ്രസെൻറ്റ് എ സ്റ്റേറ്റ് ഓർ കൺട്രി ഇൻ നാഷണൽ ഓർ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസിൽ അറ്റ് ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ലെവലിൽ ടീം ഇവൻറ്റിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതും ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഷുഡ് ബി എ മെഡലിസ്റ്റ്, മെഡൽ വിൻ ചെയ്ത ആളായിരിക്കണം ഇൻ കേലോ ഇന്ത്യ ഗെയിംസിലോ അല്ലെങ്കിൽ ആൻഡ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലോ ആൻഡ് കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്ത പോസ്റ്റ് നായബ് സുബൈദാറാണ്. അതിന് അപേക്ഷിക്കേണ്ട യോഗ്യത നോക്കുകയാണെങ്കിൽ ഇത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, അതിന് പറയുന്ന ഏജ് ലിമിറ്റ് പറയുന്നത് യു ക്യാൻ സി ഓവർ ഹിയർ, അത് ഏകദേശം 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ആക്ച്വൽ ഏജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വിച്ച് മീൻ ഡേറ്റ് ഓഫ് ബർത്ത് വിത്ത് ഇൻക്ലൂഡ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കറക്റ്റായിട്ട് 30 സെപ്റ്റംബർ 2000 അതുപോലെ തന്നെ 1 ഒക്ടോബർ 2007 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് യു നീഡ് 10th ക്ലാസ് മെട്രിക്കുലേഷനാണ് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഓൾസോ വി നീഡ് നമുക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് ആവശ്യമാണ്. 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഈ പറയുന്ന രീതിയിൽ മുകളിൽ ഞാൻ ഒരു പട്ടികയിൽ ഏതൊക്കെ സ്പോർട്സ് ഐറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും ഈ പറയുന്ന രീതിയിലായിരിക്കണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സർട്ടിഫിക്കറ്റ് തന്നെയാണ് അധികം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുകളിൽ മെഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻഡിവിജ്വൽ ഷുഡ് ബി വിന്നർ ഓഫ് എനി മെഡൽ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മെഡൽ ഇൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായിരിക്കണം. ദെൻ ഓൾസോ ആൻഡ് അതർ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഈ ഫസ്റ്റ് വൺ യു ഡിൻ ഹാവ് ഫസ്റ്റ് വൺ ആണെങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് വൺ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ ഷുഡ് ബി വിന്നർ ഓഫ് എനി മെഡൽ ഇൻ ഏഷ്യൻ ഗെയിംസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതും ഇല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ ഷുഡ് ബി വിന്നർ ഓഫ് എനി മെഡൽ ഇൻ CWG അല്ലെങ്കിൽ വേൾഡ് കപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ഇന്ത്യ ട്വൈസ് ഇൻ ഏഷ്യൻ ഗെയിംസിലോ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിലോ അല്ലെങ്കിൽ വേൾഡ് കപ്പിലോ നിങ്ങൾ 2 തവണയെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് അതുമില്ല, യു ഹാവ് എൻ അതർ ഓപ്ഷൻ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ ഒളിമ്പിക്സിൽ നിങ്ങൾ മെഡൽ അടിക്കണം എന്ന് പറയുന്നില്ല, ഇന്ത്യനെ നിങ്ങൾ ഒളിമ്പിക്സിൽ ഒരു തവണയെങ്കിലും റെപ്രസെൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടായാൽ മതി. അത് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് 1 ഏപ്രിലായിരുന്നു. ഞാൻ മുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞു 1 ഏപ്രിൽ 2023 അത് വ്യക്തമായിട്ട് ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേറ്റിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള മുകളിൽ ഞാൻ ഇത് നായബ് സുബൈദാറിൻ്റെയാണ്, നായബ് സുബൈദാർ അതിൻ്റെ മുകളിൽ ഹവിൽദാറിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി വുമൻസിന് എന്താണ്, മുകളിൽ ബോയ്സിന് പറഞ്ഞിട്ടുള്ളത് എന്താണോ അത് തന്നെയാണ് വുമൻസിനും, എന്താണ് മെൻസിന് പറഞ്ഞിട്ടുള്ളത്, ഏകദേശം ആ രീതിയിൽ തന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് പറയുന്നത് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമേ ഇതിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റൂ, വിച്ച് മീൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ സ്പോർട്സ് പേഴ്സൺ ആയിട്ടാണ് കയറുന്നത്, അവിടെ സ്പോർട്സാണ് കൂടുതൽ നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ വരുന്നത് എന്ന് കരുതി നിങ്ങളുടെ അലവൻസിനോ പെൻഷനോ കാര്യത്തിനോ യാതൊരു മുടക്കവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഒരു ഹവിൽദാർ അല്ലെങ്കിൽ നായബ് സുബൈദാർ റാങ്കിൽ എന്താണോ അവിടെ നൽകപ്പെടുന്നത് അത് തന്നെ, ആ ഒരു രീതി തന്നെയായിരിക്കും നിങ്ങൾക്കും അലവൻസസും കാര്യങ്ങളും പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ നമുക്ക് സദേൺ പ്ലേറ്റ്സിലേക്കുള്ള ആ ഒരു ഭാഗത്തിലേക്കുള്ള, അതായത് നമ്മുടെ കേരളത്തിൻ്റെ മെയിനായിട്ട് നോക്കാം. കേരള, തമിഴ്നാടൊക്കെ വരുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കേരളത്തിന് വരുന്ന കേരള, പുതുച്ചേരിയിലൊക്കെ വരുന്നവർക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം 166 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൺകുട്ടികളുടെ കാര്യമാണ് കേട്ടോ, മെയിൽസിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം നോക്കാം. ചെസ്റ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ചെസ്റ്റ് ദി കാൻഡിഡേറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് ചെസ്റ്റ് എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചെസ്റ്റ് ഇത്ര വേണമെന്നല്ല, എന്നാലും മിനിമം നിങ്ങൾക്ക് വേണം. ഇവിടെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനാണ് പറയുന്നത്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1600 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഓടി തീർത്തണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിച്ച് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്യണം. സിക്സാക്ക് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്യണം. ഡിച്ച് 9 ഫീറ്റിൻ്റെ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഫീമെയിൽസിൻ്റെ ഹൈറ്റ് എത്രയാണ് പറയുന്നത്, 162 സെൻറ്റിമീറ്റർ ആണ് ഫീമെയിൽസിൻ്റെ
ഫീമെയിൽസിന് ഹൈറ്റ് വേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വരുന്നുണ്ട് ഫീമെയിൽസിന്. അത് വരുന്നത് ഏകദേശം 1600 മീറ്റർ ഓട്ടം 8 മിനിറ്റിൽ ക്വാളിഫൈ ചെയ്യണം. 10 ഫീറ്റിൻ്റെ ലോങ് ജമ്പ് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ 3 ഫീറ്റിൻ്റെ ഹൈ ജമ്പ് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്താൽ മതി. ഈ 1600 മീറ്റർ ഓട്ടം എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ വിച്ച് മീൻ നീഡ് ടു ക്വാളിഫൈ ആണ്. പക്ഷേ 8 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓടി തീർത്തണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഇപ്പം തന്നെ ഞാൻ മാക്സിമം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് 8ാമത്തെ പേജിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ഡോക്യുമെൻറ്റ്സ് വെച്ച് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫ് കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. തഹസിൽദാറാണ്, സെൻട്രൽ പർപ്പസ് ആണല്ലോ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, റിലീജിയസ് സർട്ടിഫിക്കറ്റ് വേണം, സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുന്നുണ്ട്, ജസ്റ്റ് ഇവിടുന്ന് ബാക്കി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കാര്യം മനസ്സിലാവും. 9ാമത്തെ പേജിൽ പറയുന്നുണ്ട് അൺമേരിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൺമേരിഡ് സർട്ടിഫിക്കറ്റ് ഫോർ ഓൾ കാൻഡിഡേറ്റ് വിത്ത് ഫോട്ടോഗ്രാഫോട് കൂടി വേണമെന്ന് പറയുന്നുണ്ട്. ഇഷ്യൂ ബൈ വില്ലേജ്, വില്ലേജ് അത് കൃത്യമായിട്ട് പറയുന്നില്ല. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയാലും മതി വിത്തിൻ ലാസ്റ്റ് 6 മന്ത്സ് എന്ന് പറയുന്നുണ്ട്. സിംപ്ലി നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണല്ലോ. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ഇപ്പം തന്നെ 10-11 മിനിറ്റിൻ്റെ മുകളിൽ വീഡിയോ ആയി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഇത് വായിച്ചെടുത്താൽ മനസ്സിലാവുമെന്ന് പറയുന്നത്. അൺമേരിഡ് സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് അൺമേരിഡ് സർട്ടിഫിക്കറ്റ് ആണ്. അത് എവിടെ നിന്ന് എടുക്കണം, ജസ്റ്റ് ഈ ഒരു ലൈന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് ജസ്റ്റ് അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കാൻഡിഡേറ്റ് സെർവിങ് ഡിസ്ചാർജ് ആയിട്ട്, അത് ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. ഒറിജിനൽ ആൻഡ് ഫോർ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഡിസ്ചാർജ്, അത് അവർക്കുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ NOC എന്ന് പറയുമ്പോൾ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാം. അത് എവിടെയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ എന്ത് ചെയ്യുക, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാം. നമ്മുടെ ഈ എംപ്ലോയിനെ അങ്ങോട്ടേക്ക് ആർമിയിലേക്ക് വിടുന്നതിന് യാതൊരു പ്രശ്നമില്ല, അവരെന്ത് ചെയ്യുക, സാക്ഷ്യപ്പെടുത്തി തരുന്നത്, അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ സ്പോർട്സ് കിറ്റ്, കാൻഡിഡേറ്റ് ടു ബ്രിങ് ദെയർ ഓൺ സ്പോർട്സ് ഗിയർ ആൻഡ് എക്യുപ്മെൻറ്റ് ഫോർ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആൻഡ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. അത് ആ ഒരു സമയത്ത് ഒരു ഇൻസ്ട്രക്ഷൻ പോലെ തരുന്നതാണ്, നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത് നിങ്ങൾ കൊണ്ടുപോകേണ്ട, ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇപ്പോഴല്ല. അതുകൊണ്ടാണ് അത് ആ ഒരു സമയത്ത് വേണ്ടിക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് സ്പോർട്സ് ട്രയൽ, നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് ട്രയൽ സമയത്ത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെയാണ് ഇത് വേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആപ്ലിക്കേഷൻ അതിൻ്റെ കാര്യങ്ങൾ, സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. ഇത് സെലക്ഷൻ പ്രൊസീജിയർ ഈസ് ആസ് ഫോളോ, ഇവിടെ ഫോളോ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ റിസീവ് ഓൺലി ത്രൂ പോസ്റ്റ്, ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അത് ഷോർട്ട് ലിസ്റ്റ് ആണ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ക്രൈറ്റീരിയ വിൽ ബേസ് ഓൺ ഹയർ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്. ഏറ്റവും കൂടുതൽ സ്പോർട്സ്, ഇപ്പോൾ ഒരാൾ ഒളിമ്പിക്സ് പോയിട്ട് മെഡലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കും. ഒരാൾ ഇപ്പം സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിന്നതാണ്, പക്ഷേ ഒരാൾ ഒളിമ്പിക്സ് പോയിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹത്തിനല്ലേ മുൻഗണന കൊടുക്കുക. അങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അദ്ദേഹത്തിന് എന്ത് ചെയ്യും, കോളപ്പ് ലെറ്റർ വരും. ആ കോളപ്പ് ലെറ്റർ വരുന്ന സമയത്ത് പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ സെൻഡ് ത്രൂ മെയിലിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അറിയിക്കും എന്ന് പറയുന്നുണ്ട്. ഓൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ് ആർ ടു ബി പ്രൊഡ്യൂസ് അറ്റ് ദി ടൈം ഓഫ് സെലക്ഷൻ ട്രയൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ കുറേ അധികം സർട്ടിഫിക്കറ്റ് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരികയാണ്, എന്ത് ചെയ്യണം, അത്രയും ഡോക്യുമെൻറ്റ്സ് മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ഡോക്യുമെൻറ്റ്സ് അന്നേരം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിന് ബാക്കിയുള്ള എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല എന്നും കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോം അത് എന്ത് ചെയ്യുക, A4 സൈസിൽ പേപ്പറിൽ പ്രിൻ്റ് എടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ടൈപ്പ് റൈറ്റോ ടൈപ്പ് ചെയ്തിട്ടോ ഏതൊരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഇന്ത്യൻ ആർമിക്ക് മാറ്റാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട്, ചിലപ്പോൾ അവർക്ക് മാറ്റാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു വന്നിട്ട് അത് വന്നിട്ടില്ല നോട്ടിഫിക്കേഷനിൽ, ഇങ്ങനെ മേ ബി അവർക്ക് മാറ്റാമെന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനായിട്ട് പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. സോ ഇനി ഇതിനെ അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം. ഏറ്റവും ലാസ്റ്റ് 13ാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ ഒട്ടിക്കുക, പിന്നെ മെയിലോ ഫീമെയിലോ അത് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, നെയിം ഓഫ് ഗെയിം, ഏത് ഗെയിമാണ് നിങ്ങൾ, അത് മീൻസ് വിച്ച് സ്പോർട്സ് ആണ്, പിന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ അതിവിടെ കൊടുക്കുക. പിന്നെ സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കൻ്റ്, നിങ്ങളുടെ പിന്നെ നെയിം ഇൻ ബ്ലാക്ക് ക്യാപിറ്റൽ ആസ് ഇൻ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ കൃത്യമായിട്ട് ഫുൾ നെയിം കൊടുക്കുക. പിന്നെ ആധാറിൻ്റെ നമ്പർ, അത് ഇത് കാര്യങ്ങൾ, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ടെലിഫോൺ നമ്പർ ഉണ്ട്, അത് പിന്നെ മെയിൽ ID ഉണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മെയിൽ ID ആക്റ്റീവായിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന
നല്ല മെയിൽ ഐ ഡി, നിങ്ങൾക്ക് മെയിലൊക്കെ വരുന്ന കൃത്യമായിട്ടുള്ള മെയിലൊക്കെ വരുന്നതല്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യുന്ന മെയിൽ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക. കാരണം ഈ മെയിൽ ഐ ഡിയിലൂടെയാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ അറിയിപ്പ് വരുന്നത്. അത് ഫേക്കായിട്ട് ചിലവർ അറിയിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഫീഷ്യലാണെന്ന് ഉറപ്പ് വരുന്നത്, അത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സെലക്ഷന് പോകാൻ പറ്റും. നിങ്ങൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ ഇതൊക്കെയാണ് ചോദിക്കുന്നത്, വിച്ച് മീൻ എഡ്യൂക്കേഷൻ, ഐ മീൻ എഡ്യൂക്കേഷണൽ പർട്ടിക്കുലർ സ്റ്റാർട്ടിങ് ഫ്രം മെട്രിക്, അതായത് നിങ്ങൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാസിംഗ് ഇയർ കാര്യങ്ങൾ, +2 അതുപോലെ തന്നെ അതങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുക. +2 അതുപോലെ തന്നെ ഡിഗ്രി, പിന്നെ PG എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ കൃത്യമായി ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയുന്ന കാര്യമാണ്. ഞാൻ അധികം പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ എടുത്തിട്ട് ഇത് മൊത്തം ഫില്ല് ചെയ്തിട്ട് ഒരു കത്തയക്കുന്ന നോർമൽ നമ്മുടെ എൻവലപ്പില്ലേ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഈ അപേക്ഷ ഇടുക. പിന്നെ നിങ്ങളുടെ പ്രൂഫായിട്ടുള്ള ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ എന്തായാലും നിങ്ങൾ ഒട്ടിക്കുന്നതായിരിക്കുമല്ലോ, ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ SSLCൻ്റെ കോപ്പി, പിന്നെ നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൻ്റെ കോപ്പി കാര്യങ്ങൾ അതൊക്കെ വെക്കുക. ഇത്രയും ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഏത് അഡ്രസ്സിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ പോകേണ്ടത്, ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ പോകേണ്ടത്. 2 അഡ്രസ്സാണിത്. ഫ്രം അഡ്രസ്സ് നിങ്ങളുടെ ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ എന്നിട്ട് അപേക്ഷ സമർപ്പിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കുക. നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായെന്ന് കരുതുന്നു. നല്ലൊരു അവസരമാണ്, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞത്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഒന്ന് റീഡ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാം, എൻ്റെ അടുത്ത് ചോദിക്കാം കമൻറ്റ് ബോക്സിലൂടെ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അവിടുന്ന് അത് മാത്രം എടുത്തിട്ടാണ്, അതിൽ മാത്രം ഈ മൊത്തം പേജൊന്നും അയക്കണ്ട കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ആപ്ലിക്കേഷൻ ഫോം മാത്രം അയച്ചാൽ മതി, അത് ഫില്ല് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡേറ്റിന് മുൻപാകെ അവിടെ എത്തുന്നത് പോലെ അയക്കണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.